നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇടേ പ്ലസ് ടു സെ ജൂൺ 29 പരീക്ഷ ഏകദേശം 28 ദിവസം ഇതുവരെയും ഒന്നും പഠിക്കാത്തവർക്കും പഠിക്കാനുള്ളൊരു സൂപ്പർ സ്റ്റഡി ടൈം ടേബിളാണ്. സിമ്പിൾ ഷോർട്ടായിട്ടുള്ളത് മാക്സിമം ഷെയർ ചെയ്തുകൊള്ളുക. ഇത് ഞാൻ ആദ്യമേ പറയാം, ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലപ്പം 200 മണിക്കൂർ 100 മണിക്കൂർ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ടൈം ടേബിൾ പറ്റത്തില്ല. കാരണം ഷോർട്ടായിട്ട് വേണ്ട ആവശ്യമുള്ളത് മാത്രം പഠിക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പമാണ്. അങ്ങനെ പഠിപ്പിക്കുന്നിടത്ത് മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. ഇപ്പം ഞാനൊക്കെ ഒരു 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ഉള്ളായിരിക്കും ഫിസിക്സ്, അല്ലെങ്കിൽ അക്കൗണ്ടൻസി 10 മണിക്കൂർ കൊണ്ട് തീരും. ഇങ്ങനെയുള്ള എല്ലാം, അത് സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തീരുകയും ചെയ്യും. അതുപോലെ തന്നെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സാറേ ബാച്ചസ് എല്ലാം തുറന്നു. ബാച്ചസ് എല്ലാം എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മതി. ആ ദിവസം തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു സൂപ്പർ സ്റ്റഡി ടൈം ടേബിൾ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഒരു വിഷയം പോയ ഒരു കുട്ടി മാക്സിമം എത്ര മണിക്കൂർ പഠിക്കണം? മിനിമം ഒരു 2 മണിക്കൂർ, മാക്സിമം 3 മണിക്കൂർ പഠിക്കണം. അതേതായിക്കോട്ടെ, ഇപ്പം അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ഇനി ഹിസ്റ്ററി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഒരു വിഷയം പോയ കുട്ടികൾ പഠിക്കേണ്ടതാണ്. 3 മണിക്കൂർ എന്നുള്ളത് ഉറപ്പിച്ചു വെക്കുക. എല്ലാ ദിവസവും 3 മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 10 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് 10 ദിവസം കൊണ്ട് തീർക്കാം. ഇനി 2 വിഷയം ഏതെങ്കിലും 2, ഫിസിക്സ് മാത്സ്, ഫിസിക്സ് ബയോളജി, അതുപോലെ അക്കൗണ്ടൻസി എക്കണോമിക്സ്, ഇങ്ങനെ 2 വിഷയമുള്ളവർക്ക് മാക്സിമം നമുക്കൊരു 4 മണിക്കൂർ ദിവസവും പഠിക്കാം. 3 വിഷയമുള്ളവർ ഒരു 5 മണിക്കൂർ ദിവസവും പഠിച്ചു പോവുക. 4 വിഷയമുള്ളവർ കൂടുതൽ പഠിക്കാനുള്ളവരാ ഒരു 7 മണിക്കൂർ ഒന്ന് കൂട്ടിക്കും. 6 വിഷയം മൊത്തത്തിലില്ല. 5 വിഷയമുള്ളവർ ഒരു 8 മണിക്കൂർ ദിവസവും പഠിക്കണം. ദിവസവും പഠിക്കണം എന്ന് പറഞ്ഞാൽ 28 ദിവസം പഠിച്ചാൽ മതി കേട്ടി. 5 വിഷയം പോയിട്ടുള്ളവരാ ദിവസവും 8 മണിക്കൂർ വെച്ച് പഠിച്ചാൽ ഏകദേശം ഒരു 200 മണിക്കൂർ 250 മണിക്കൂറോളം നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടും. ഇത് നാളെ ഞങ്ങൾ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞ് നടക്കത്തില്ല. ഈ രീതിയിൽ പോയാൽ അതൊരു ഒരു വിഷയം ഒരു 3 മണിക്കൂർ, 2 വിഷയമാകുമ്പോൾ ഒരു 4 മണിക്കൂർ, 3 വിഷയമാകുമ്പോഴത്തേന് ഒരു 5 മണിക്കൂർ, 4 വിഷയമാകുമ്പോൾ ഒരു 7 മണിക്കൂർ, 5 വിഷയമാകുമ്പോൾ ഒരു 8 മണിക്കൂർ. 6 വിഷയം പോയിട്ടുള്ളവർ എനിക്ക് തോന്നുന്നില്ല സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും ഈ 8 മണിക്കൂറിനുള്ളിൽ നിർത്താം. 8 മണിക്കൂർ 24 മണിക്കൂറില്ല. 3/1 സമയം നല്ലപോലെ ഉറങ്ങിക്കൂ, അത്യാവശ്യം എല്ലാ ആഹാരം എല്ലാം കഴിച്ചു. പക്ഷേ പഠിക്കണം, എനിക്ക് ജയിക്കണം, ഞങ്ങൾ ജയിച്ചിരിക്കും എന്നുള്ള ഈ ടൈം ടേബിൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഈ മണിക്കൂർ കൃത്യമായിട്ടും പഠിച്ചു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ അത്രയും സമയം മതി, 10 ദിവസം കൊണ്ട് തീരും. 10 ദിവസം നമ്മുടെ ക്ലാസ് കണ്ടുപിടിക്കുന്നവർക്ക് 10 ദിവസം കൊണ്ട് തീരും. ഓക്കെ, നേരം നെവർ എവർ ഗിവ് അപ്പ്.